മാംഗല്യസൂത്രം ഭാഗം 15. രചന സംഭാഷണം രുദ്രപ്രിയ. കരണം പുകച്ചുള്ള അടിയായിരുന്നു ശരത്ത്. നിന്നിടത്തു നിന്നും കറങ്ങി വർഷ വീഴാനാഞ്ഞു. പിടിച്ചത് വരതയെയായിരുന്നു. വരത അവൾ വീഴാതെ ചേർത്ത് പിടിച്ചു. അവൾക്ക് ചുറ്റുമുള്ളത് കാണാൻ കഴിഞ്ഞില്ല. കണ്ണിൽ ഇരുട്ട് കയറി. പലതവണ പറഞ്ഞു നിന്നോട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന്. കേൾക്കില്ലെന്ന് നിനക്ക് വാശിയാണെങ്കിൽ ഞാൻ അടിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ വർഷേ? ഞാനാണെന്ന് പോലും മറന്ന് നീ ചെയ്യുന്നതും പറയുന്നതും കേട്ടു നിൽക്കാൻ ഞാൻ നട്ടലില്ലാത്തവനല്ല. മാഷ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് മാഷിനെ പറ്റി പറയുന്ന തോന്നിയാസങ്ങൾ കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാനതിന് പ്രതികരിക്കും. ഭാര്യയെ തല്ലിയല്ല ആണത്തം കാണിക്കേണ്ടത്. വിനയൻ ചേറിൽ നിന്നും ചാടി എഴുന്നേറ്റ്. ഇതും കൂട്ടി രണ്ടാമത്തെ തവണയാണ് നീ എൻ്റെ പെങ്ങളെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കൈവയ്ക്കുന്നത്. അവൾക്ക് കിട്ടിയ അടി അതുപോലെ നിനക്ക് തരാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ശരത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിനയൻ നിന്ന് ചീറി. ആ വിരൽ പിടിച്ചു തിരിച്ചു ശരത്. നീ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്നത്. അച്ഛൻ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചതല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും വിഷമം. മറിച്ച് മാഷിൻ്റെ സ്വത്ത് മുഴുവനും ടീച്ചർ കൈവശപ്പെടുത്തുമോ എന്നാണ് നിങ്ങളുടെ വേദനയ്ക്കുള്ള കാരണം. ഇത്രയും തരം താഴ്ന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്വന്തം അച്ഛനോട് നീതി പുലർത്താൻ കഴിയാത്ത നിങ്ങളെ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്നേഹിക്കും? ആദ്യമായി എനിക്ക് വേദന തോന്നുന്നുണ്ട് വർഷേ. എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ജനിച്ചു പോയതോർത്ത്. ആ കുഞ്ഞിന് നീ ഈ വിഷമല്ലേ കുത്തിവെക്കുന്നത്? അച്ഛൻ ആരാണ് എന്താണ് എന്നൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയാണ്. എൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്ന സുഖം. എൻ്റെ അച്ഛൻ നനഞ്ഞ മഴയുടെ കുളിരാണ് ഞാൻ അനുഭവിക്കുന്നത്. മുരടനായ പരുക്കനായ കർക്കശക്കാരനായ ചിരിക്കാൻ അറിയാത്ത അച്ഛനെ മാത്രമേ നിങ്ങൾക്കറിയാവൂ. നമുക്ക് വേണ്ടി പണി ചെയ്ത് തളർന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ ഇല്ലായ്മ മറയ്ക്കുന്ന അച്ഛനെ നിങ്ങൾക്കറിയില്ല, അറിയാനേ ശ്രമിക്കില്ല. ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കി തരാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ മനഃപൂർവ്വം മറക്കും. ഒടുവിൽ പ്രായമാകുമ്പോൾ അവർ നമുക്ക് ബാധ്യത കണ്ണിൽ പിടിക്കില്ല. വൃദ്ധസദനങ്ങളുടെ പഠിക്കലും അമ്പലനടകളും സാക്ഷര കേരളത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ. സ്വത്തും പണവും ആരും പോകുമ്പോൾ കൊണ്ടുപോകില്ല വിനയ. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം, നല്ല ഓർമ്മകൾ, അതുമാത്രമേ ബാക്കി കാണൂ. ഒരുപാട് നാളായി ഞാനിത് കാണുന്നു, മാഷിനോടുള്ള ഈ അവഗണന. അതിന് കാരണം മാഷൊരു വിവാഹം കഴിച്ചതാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ തോന്നൂ. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നത് പോലെയേ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറൂ. അത് മറക്കരുത്. അച്ഛൻ്റെയും അമ്മയുടെയും നേർക്ക് തിരിഞ്ഞു ശരത്. ഞാൻ അറിവ് വെച്ചതു മുതൽ എൻ്റെ അച്ഛൻ പട്ടാളത്തിലാണ്, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ. പെൻഷനായി വന്ന് ഈ നിമിഷം വരെ അച്ഛനിൽ നിന്ന് ഞാനൊരു ആനുകൂല്യവും പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടി അച്ഛൻ മാറ്റിവെച്ച കാശ് പോലും തിരികെ ഏൽപ്പിച്ചു. എന്നെ പഠിപ്പിച്ചു. സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി ഉണ്ടാക്കി തന്നു. എൻ്റെ ജീവിതം സേഫാണ്. ഇനിയും അച്ഛനെയും അമ്മയെയും ഊറ്റിപ്പിഴിഞ്ഞ് ജീവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതറിഞ്ഞ് അവരെന്നെ സഹായിക്കാറുണ്ട്. പക്ഷെ നിങ്ങളങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഞാൻ ആ വീട്ടിൽ മരുമകനായി വന്ന ശേഷം എത്രയോ തവണ മാഷിൻ്റെ മുഖത്ത് ഒറ്റപ്പെടലിൻ്റെ വേദനയും ആവലാതിയും കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ വേണ്ടത് ഒറ്റപ്പെടലല്ല, ചേർത്ത് നിർത്തലാണ്. നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തില്ല. എത്രയോ തവണ ഞാൻ മാഷിനെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ മാഷ് വരാൻ കൂട്ടാക്കിയില്ല. മക്കൾ നിങ്ങളാരെങ്കിലും ഇന്ന് വരെ അച്ഛനെ നിർബന്ധിച്ച് 2 ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കത് പറയാൻ 100 ന്യായമുണ്ട്. പക്ഷേ മാഷിന് പറയാൻ ഒരു കാരണമേ ഉള്ളൂ: മക്കളുടെ അവഗണന. അവഗണനയും ഒറ്റപ്പെടലും മാറാൻ മാഷിനൊരു കൂട്ട് വേണമെന്ന് സ്വന്തം കൂടപ്പിറപ്പിന് തോന്നിയപ്പോൾ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെതിർത്തിട്ടും മാഷിൻ്റെ വിവാഹത്തിന് ഞാൻ കൂട്ടുനിന്നത്. വിനയ, നിന്നിൽ നിന്നും ഞാൻ അല്പം കൂടി സഹകരണം പ്രതീക്ഷിച്ചു. നിൻ്റെ കുഞ്ഞിനോട് നിനക്കുള്ള സ്നേഹം, അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമോ? അവനെ അല്പനേരം കാണാതിരുന്നാൽ നിൻ്റെ നെഞ്ച് പിടയ്ക്കില്ലേ? അത് നിൻ്റെ ഉള്ളിലെ അച്ഛൻ്റെ സ്നേഹവും കരുതലുമാണ്. അതുപോലെയല്ലേ മാഷ്? മാഷിനെ ആദ്യം അച്ഛാന്ന് വിളിച്ചത് നീയാണ്. ആ നെഞ്ചിലെ ചൂടേറ്റ് ആദ്യം വളർന്നത് നീയാണ്. എന്നിട്ട് നീ ഇത്രയും മോശമായി വർഷം മാഷിനോട് ഇടപെടുന്നത് നോക്കിയിരുന്നല്ലോ. ബാലമാഷ് ജീവിതത്തിൽ ഓരോ നിമിഷവും തോറ്റത് നിങ്ങളുടെ മുന്നിലാണ്. നിങ്ങളാണ് മാഷിനെ തോൽപ്പിച്ചത്. ശരത്ത് മാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ചു. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന മാഷ് ശരത്തിൻ്റെ വേദനയായി. ക്ഷമിക്കൂ മാഷേ. ഒരു ഈർക്കിൽ തുമ്പ് കൊണ്ടുപോലും മാഷ് അവളെ തല്ലിയിട്ടില്ല. പക്ഷേ വേണ്ടി വന്നു. ശരത്തെ, മക്കൾ എത്ര തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർക്ക് അവരെ കുറ്റപ്പെടുത്താൻ തോന്നില്ല. ഞാനും സാധാരണ ഒരച്ഛനാണ്.
എൻ്റെ മോളെ നീ ഇനി തല്ലരുത്. അമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല. ഇതെൻ്റെ തെറ്റായിരുന്നു, ഞാൻ വളർത്തിയതിൻ്റെ തെറ്റ്. അതുകൊണ്ടാണ് എന്നിവർ എൻ്റെ മുന്നിൽ. മാഷ് പകുതിയിൽ നിർത്തി. ഒരു സങ്കടമേ ഉള്ളൂ, നീ എൻ്റെ മകനായി പിറന്നില്ലല്ലോ എന്ന്. അത് പറയുമ്പോൾ മാഷും ശരത്തും ഒരുപോലെ വിതുമ്പിപ്പോയി. മക്കൾ വിവാഹം എതിർത്തപ്പോൾ ആ ഇഷ്ടക്കേട് അത് പതിയെ മാറിക്കൊള്ളുമെന്ന് കരുതി. പക്ഷേ ഇവർക്ക് വേണ്ടത് എൻ്റെ സ്വത്തും പണവുമാണ്, എന്നെയല്ല. കൊടുത്തേക്കാം എനിക്കുള്ളതെല്ലാം. പക്ഷേ അതോടെ എല്ലാ ബന്ധവും കഴിഞ്ഞു. പിന്നെ ഒന്നിൻ്റെ പേരിലും ഇവർ അച്ഛനെ അന്വേഷിച്ച് വരരുത്. ഈ ജന്മത്തിലെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു. വരദയുടെ കയ്യിൽ പിടിച്ച് ചേർത്ത് നിർത്തി മാഷ്. ടീച്ചറുമുണ്ട്. ജന്മം നൽകിയ 2 പേർ. അവർക്ക് വാക്ക് കൊടുത്തുപോയി, മരണം വരെ നോക്കിക്കൊള്ളാമെന്ന്. അത് പാലിക്കണം. ഒരുപാട് സഹിച്ചതാണ് പാവം. ഇനിയും അതിനെ സങ്കടപ്പെടുത്താൻ വിട്ടാൽ ഈശ്വരന്മാർ പോലും ക്ഷമിക്കില്ല. രജിസ്ട്രാറെ വിളിച്ച് വീതം വെപ്പിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വിളിക്കാം. 2 പേരും വന്നാൽ മതി. അച്ഛാ, സരയു മാഷിൻ്റെ അടുത്തേക്ക് വന്നു. മാപ്പ്, ഞങ്ങളെ ശപിക്കരുതേ. ഇല്ല മോളെ, എനിക്കതിന് കഴിയില്ല. എൻ്റെ മക്കളെ ശപിക്കാൻ. അവർക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്ന നാവുകൊണ്ട് അവരെ ഒരിക്കലും ശപിക്കില്ല ഞാൻ. തിട്ടമംഗലം തറവാട് ആരുടെ മുന്നിലും കൊട്ടിയടയ്ക്കപ്പെടില്ല ഒരു നാളും. വിജയൻ മാഷിൻ്റെ അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചു. എന്നും ബാലനെക്കുറിച്ച് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ അതും കൂടി. മക്കളുടെ മുന്നിൽ പോലും മാഷ് തോൽക്കരുത്. കാരണം മാഷാണ് ശരി. അത് മനസ്സിലാക്കുമ്പോൾ അവർ മാഷിനെ തേടി വരും. മാഷിന് വേദന നിറഞ്ഞ ചിരി മാത്രമേ സമ്മാനിക്കാനുണ്ടായിരുന്നുള്ളൂ. വർഷയും വിനയനും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരത്ത് പറഞ്ഞ ഓരോ കാര്യവും അവരുടെ നെഞ്ചിൽ തറച്ചു. ടീച്ചർ സുഷിയെയും സരയുവിനെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി. വർഷയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാ പേരെയും പോലെ ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനും ജീവിതം തുടങ്ങിയത്. എന്നെ വിവാഹം കഴിച്ച ആൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്നു. ഒളിച്ചു വച്ചു മനഃപൂർവ്വം. അവർ വിവാഹം നടത്തുകയായിരുന്നു. ഒരുപാട് സഹിച്ചു. 6 മാസത്തെ ജീവിതം നരകമായിരുന്നു. ക്രൂരമായ മർദ്ദനവും സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കലും എല്ലാം സഹിച്ച് ഒടുവിൽ ഒരു ദിവസം രാവിലെ ബെഡ്റൂമിൽ ഫാനിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചു. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം പിന്നീടൊരു ജീവിതം ആഗ്രഹിച്ചതേയില്ല. അവരുടെ കാലം കഴിയുമ്പോൾ ഞാൻ ആരുമില്ലാത്തവളാവുമല്ലോ എന്ന ചിന്ത. മാഷിൻ്റെ ആലോചന വന്നപ്പോൾ ഒരു നല്ല കുടുംബം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. സ്നേഹമുള്ള ഒരുപാട് അംഗങ്ങളുള്ളൊരു കുടുംബം. പക്ഷേ ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീണല്ലോ എന്ന സങ്കടമേ ഉള്ളൂ. സ്വത്തും പണവും ഒന്നും വേണ്ട. ഒരു നേരത്തെ ആഹാരവും ചുരുണ്ടുകൂടാൻ അല്പം ഇടവും തന്നാൽ മതി. ഞാൻ അവിടെ കിടന്നോളാം. അത് മാത്രം മതി. ആർക്കും ശല്യമാകാതെ എവിടെയെങ്കിലും ഞാൻ കഴിഞ്ഞോളാം. നെഞ്ചു പൊട്ടി കരയുന്ന ടീച്ചറെ ബലമുള്ള ഒരു കൈകൾ ചേർത്ത് പിടിച്ചു. ടീച്ചർ മുഖമുയർത്തി നോക്കി. ഒരുപാട് പേര് ചുറ്റുമുണ്ടെങ്കിലും ഞാനും ഒറ്റയ്ക്കാണ് ടീച്ചർ. ഞാനുണ്ടടോ അവസാനം വരെ തനിക്ക് കൂട്ട്. മാഷ് ടീച്ചറിൻ്റെ കൈ കൊരുത്തു പിടിച്ചു. എന്നാൽ ഇറങ്ങുന്നു. ടീച്ചറിൻ്റെ കൈയും പിടിച്ച് മാഷ് പുറത്തേക്കിറങ്ങി. നിറഞ്ഞ കണ്ണുകളോടെ വർഷയും വിനയനും അത് നോക്കി നിന്നു. മാഷ് ടീച്ചറെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. ശരത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ അഗ്നി നിറച്ചുകൊണ്ട് അവൻ വർഷയുടെ നേർക്ക് തിരിഞ്ഞു. ശരത്തിൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് വർഷ പേടിച്ച് വിനയൻ്റെ പിന്നിൽ ഒളിച്ചു. അവളുടെ കൈ ബലമായി പിടിച്ച് വലിച്ച് ശരത്ത് മുന്നിലേക്ക് നീക്കി നിർത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ നിലത്ത് വീണാൽ നീയും ഞാനുമൊക്കെ ഭസ്മമായി പോകും. അത്രയ്ക്ക് വേദനയുണ്ട് ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്. സ്വന്തം തന്തയാണെന്ന് പോലും ഓർത്തില്ലല്ലോടി നീയും നിൻ്റെ ആങ്ങളെയും. നിങ്ങൾ 2 പേരും ചേർന്ന് മാഷിനെയും ടീച്ചറിനെയും വിഷമിപ്പിക്കുമ്പോൾ ഒന്നോർത്തോ, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളും കൂടി ചേർന്നായിരിക്കും. ഇതുപോലൊരച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കൾ വളർന്നു വലുതാകുമ്പോഴേ നിനക്കൊക്കെ ബോധം വരും. വർഷയെ തല്ലാനായി ഉയർത്തിയ കൈ ശരത്ത് കുടഞ്ഞെറിഞ്ഞു. നിന്നെ തല്ലിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നിൻ്റെയും നിൻ്റെ ചേട്ടൻ്റെയും ശരീരത്തിലൂടെ ഓടുന്നത് വിഷമാണ്, തൊട്ടാൽ അറപ്പ് തോന്നുന്ന വിഷം. പറഞ്ഞുകൊണ്ട് ബൈക്കിൻ്റെ ചാവിയും എടുത്ത് ശരത്ത് പുറത്തേക്ക് പോയി. സരയു വിനയൻ്റെ അടുത്തേക്ക് വന്നു. ഇതിനെല്ലാം കണക്ക് പറയാൻ കരുതിയിരുന്നോ വിനയേട്ടാ? ഈ ചെയ്തു കിട്ടുന്ന പാവങ്ങളുടെ ഒക്കെ ഫലം ഉറപ്പായി നിങ്ങൾക്ക് തിരികെ കിട്ടും. പക്ഷേ അത് ഞങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സരയു പറഞ്ഞു. വിജയനും സുശീലയും വേദനയോടുകൂടി 2 പേരുടെയും മുന്നിൽ വന്നു നിന്നു.
തലകുനിച്ച് ടീച്ചറെയും ചേർത്ത് പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിങ്ങളുടെ അച്ഛനാണ്, നിങ്ങൾക്ക് ജന്മം തന്ന മനുഷ്യൻ. ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അയാൾ ഒരു ശാപവാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് പോകുന്നത് അത്രമാത്രം അയാൾ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇനിയും ആ മനസ്സ് വേദനിപ്പിച്ചാൽ വിജയൻ പറഞ്ഞു നിർത്തി. വാ സുഷി, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പേരും പൊയ്ക്കഴിഞ്ഞപ്പോൾ വിനയനും വർഷയും മാത്രമായി. രണ്ടു പേർക്കും പരസ്പരം ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഇവൻ്റെ പിന്നാലെ വിനയനും കാറിൽ കയറി. ഇരുവരും വീട് വരെ പിന്നെ സംസാരിച്ചതേയില്ല. ഇടയ്ക്കിടയ്ക്ക് സരയു കണ്ണ് തുടയ്ക്കുന്നതും മൂക്ക് പിഴിയുന്നതുമൊക്കെ കാണാമായിരുന്നു. മാഷിനും ടീച്ചറിനും പിന്നാലെ ശരത്ത് ജംഗ്ഷനിലെത്തി. മാഷേ, ശരത്തിന് സങ്കടം കൊണ്ട് നെഞ്ച് വിങ്ങി. അവൻ്റെ നിറഞ്ഞ കണ്ണ് കണ്ടപ്പോൾ മാഷിന് വിഷമമായി. എന്നോട് ക്ഷമിക്കും മാഷേ, നീ എന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഒരു സങ്കടമേ ഉള്ളൂ, നീ എൻ്റെ മോനായി പിറന്നില്ലല്ലേ ഒന്ന്. മക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്കെങ്കിലും അതിന് കഴിയുന്നുണ്ടല്ലോ, അതുതന്നെ ആശ്വാസം. ശരത്ത് ടീച്ചറിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവിടെ നടന്നതൊന്നും ടീച്ചർ മനസ്സിൽ വയ്ക്കരുത്. ഇതെല്ലാം മാറും. അവരെല്ലാവരും ടീച്ചറിനെ സ്വീകരിക്കുന്ന സമയം വരും. ശരത്തിൻ്റെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ശരത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അവരോട് ഇനിയും വഴക്കിടരുത്. നിങ്ങൾ 4 പേരും സന്തോഷത്തോടു കൂടിയിരിക്കണം. അത് മതി ഞങ്ങൾക്ക്. എന്നാൽ പിന്നെ ഇനി നിൽക്കുന്നില്ല. ശരത്ത് ഒരു ടാക്സി കൈ കാണിച്ച് നിർത്തി. മാഷും ടീച്ചറും കയറിയതും ടാക്സിക്ക് കാശ് ശരത്ത് തന്നെ കൊടുത്തു. മാഷ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ശരത്ത് കേൾക്കാൻ തയ്യാറായില്ല. തിരികെയുള്ള യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഉള്ള സന്തോഷം മുഴുവനും കെട്ടടങ്ങിയിരുന്നു. മാഷിനത് മനസ്സിലാവുകയും ചെയ്തു. ഇത്രയൊക്കെ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിന്നുവെങ്കിലും കാറിൽ കയറിയപ്പോൾ ടീച്ചറിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ കാരണമാണല്ലോ മാഷ് എല്ലാവരുടെയും മുന്നിലും അവമാനിക്കപ്പെട്ടത് എന്നായിരുന്നു ടീച്ചറിൻ്റെ ചിന്ത. ടീച്ചറിൻ്റെ സങ്കടം മനസ്സിലാക്കി എന്നവണ്ണം മാഷ് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വൈകുന്നേരം സുഭദ്രയും ആദിയും യമുനയും കൂടി വീട്ടിലേക്ക് വന്നു. ശരത്തിൻ്റെ വീട്ടിൽ പോയി വിശേഷങ്ങൾ അറിയാനായിരുന്നു പ്രധാനമായും. മാഷും ടീച്ചറും ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് സുഭദ്രയ്ക്ക് തോന്നി. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറണ്ട ബാല, അവർ നിന്നെയും വെറുതെയും എന്തെങ്കിലും പറഞ്ഞോ? എന്നെ എന്ത് പറയാനാ പെങ്ങളെ, എന്നെ ഒന്നും പറഞ്ഞില്ല. ബാലൻ തന്ത്രപൂർവ്വം പെങ്ങളോട് സംസാരിച്ചു. ആദി, നീ ഫോണിൽ ശരത്തിനെ വിളിച്ചെൻ്റെ കയ്യിൽ താ. ആദിയുടെ നേർക്ക് നോക്കി സുഭദ്ര അത് പറയുമ്പോൾ ആദി ദയനീയമായി മാഷിനെ നോക്കി. നീ എന്തിനാണ് അവനെ നോക്കുന്നത്? നിന്നോട് ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞത് ഞാനാണ്. ഒടുവിൽ നിവർത്തിയില്ലാതെ ആദി ശരത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയുടെ ഫോൺ കണ്ടപ്പോൾ തന്നെ ശരത്തിന് മനസ്സിലായി ഇവിടുത്തെ വിവരങ്ങൾ തിരക്കാനാണെന്ന്. എന്താ ശരത്തെ, ഇന്നെന്താ അവിടെ സംഭവിച്ചത്? ഇല്ലമ്മായി, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നീ എന്നോട് കള്ളം പറയരുത്. വർഷയും വിനയനും കൂടി ചേർന്നാൽ അവിടെ എന്തുണ്ടാവുമെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്താണെന്ന് നീ എന്നോട് പറയണം. ഒടുവിൽ നിവർത്തിയില്ലാതെ ശരത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ നീ നിൻ്റെ ഭാര്യയെയും വിളിച്ച് ഇവിടെ എത്തണം. ശരത്ത് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ മറുപുറം ഫോൺ കട്ടായി. ആദിയുടെ നേർക്ക് ഫോൺ നീട്ടിക്കൊണ്ട് വിനയനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു സുഭദ്ര. വേണ്ട അമ്മേ, ആവശ്യമില്ലാതെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട. ആദി അമ്മയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പറ്റില്ല ആദി, നിന്നോട് പറയുന്നത് കേട്ടാൽ മതി. 2 മക്കളുണ്ടായിരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല. അവൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവനൊരു തുണ വേണ്ടേ? ഇത്രയും കാലം കഷ്ടപ്പെട്ട് ചോരയും നീരയും ഊറ്റി 2നെയും വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ളത് സമ്പാദിച്ചു കൊടുത്തു. പിന്നെയും വെറുതെ വിടില്ലെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ അടങ്ങും. അപ്പോഴേക്കും വിനയൻ്റെ കോൾ കണക്റ്റായി. ഹലോ ആദി, എന്താടാ കാര്യം? ആദിയല്ല, ഞാൻ നിൻ്റെ അമ്മായിയാണ്. 10 മിനിറ്റിനകത്ത് നീ നിൻ്റെ ഭാര്യയെയും കൂട്ടി തിട്ടമംഗലത്തേക്ക് എത്തണം. അല്ല അമ്മായി, എനിക്കിപ്പോൾ അത്യാവശ്യമായി ഒരത്യാവശ്യവുമില്ല. ഇതിൽ കവിഞ്ഞ് നീ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അങ്ങ് വരും. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? ഇനിയിപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ടും കൂടി അനുഭവിച്ചോ. അല്ലാതെ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. വർഷയെയും കൊണ്ട് കാറിൽ കയറുമ്പോൾ ശരത്ത് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ വർഷ പുറത്തേക്ക് നോക്കിയിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കൂടണേ കൂട്ടുകാരെ.